നമസ്കാരം. വലിയ റാലിയോടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ പത്രിക നൽകി. 2019 കേരളത്തിൽ വലിയ വിജയം UDF സമ്മാനിച്ചത് കേരളത്തിലെ രാഹുലിൻ്റെ സാന്നിധ്യം കൂടിയായിരുന്നു. കാരണം ഇന്ത്യ മുന്നണിയുടെ എതിർപ്പ് മറികടന്നു ഇക്കുറിയും രാഹുൽ വയനാട്ടിലെത്തുന്നത് UDF എത്രമാത്രം ഉപകരിക്കും? സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് VP സജീന്ദ്രൻ, CPM വക്താവ് A സമ്പത്ത്, BJP വക്താവ് P കൃഷ്ണദാസ് എന്നിവർ. ആദ്യം സജീന്ദ്രൻ, വയനാട്ടിൽ ആനി രാജയെ CPI പ്ലേസ് ചെയ്യുന്നത് തന്നെ അവിടെ മറ്റൊരു ദേശീയ നേതാവ് വന്ന് മത്സരിക്കരുത് എന്ന അവരുടെ ആഗ്രഹപ്രകാരമായിരുന്നു. അത് അവർ തുറന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. 2019 വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചത് 19 സീറ്റുകളിൽ UDF വിജയത്തിന് കാരണമായിട്ടുള്ളതായി കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ട്. ഇക്കുറി സമാനമായ ഒരു വിജയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ രാഹുലിൻ്റെ സാന്നിധ്യത്തിലൂടെ? തീർച്ചയായും. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി UDF കേരളത്തിൽ 19 സീറ്റും നേടാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം അതിലൊരു പ്രധാന ഘടകം തന്നെയാണ്. അതിക്കുറി ആവർത്തിക്കും. ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPIയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. യഥാർത്ഥത്തിൽ CPI ഇന്ത്യ മുന്നണിയുടെ ആദ്യം തൊട്ടേ വളരെയേറെ സഹകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ CPM ഇന്ത്യ മുന്നണിയുടെ റാലിയിലോ അല്ലെങ്കിൽ യോഗങ്ങളിലോ രംഗത്തെ പോലും അയക്കുന്നില്ല എങ്കിലും CPI അവരുടെ എല്ലാ യോഗങ്ങളിലും അവരുടെ പ്രതിനിധികളെ അയക്കുകയും അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറി രാജി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ CPI ആയിരുന്നു യഥാർത്ഥത്തിൽ മാന്യത കാണിക്കേണ്ടിയിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം 5 വർഷക്കാലം MP ആയിരുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ മത്സരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ടും അവിടെ മത്സരം നടക്കട്ടെ, അതിന് സൗഹൃദ മത്സരം നടക്കട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ മുന്നണി മറ്റ് സ്ഥലങ്ങളിൽ CPI മറ്റ് സ്റ്റേറ്റുകളിൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. കേരളത്തിൽ CPM ഇതേവരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും CPM-ഉം LDF-ഉം തമ്മിലാണ് UDF മത്സരിക്കുന്നത്, അല്ല വേറൊരു മുന്നണിയുമായിട്ടല്ല. അപ്പോൾ ഇവിടെ ഈ രാജ്യത്ത് ഒരു മതേതര, അതുപോലെ തന്നെ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സ്വാഭാവികമായും ഇന്ത്യ രാജ്യത്ത് പൊതുവെ BJP ഗവൺമെൻറ് പോകണമെന്നും ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ എല്ലാ കാര്യങ്ങൾ കൊണ്ടും UDF അനുകൂലമാണ്. ഒന്ന്, ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള സർക്കാർ വിരുദ്ധ വികാരം. 2, ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളടക്കം ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളടക്കം വേട്ടയാടുന്നു. അതായത് മണിപ്പൂരടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടർച്ചയായി ഉണ്ടായ ആക്രമണം, ഒരു വർഷത്തിൽ അടുത്തായി അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികൾ അടിച്ചു തകർക്കുന്നു, അവിടുത്തെ സ്ത്രീകളെ ക്രൂരമായി വേട്ടയാടുന്നു. പലരും കാട്ടിൽ ഓടി രക്ഷപ്പെട്ടിട്ട് തിരിച്ചു വന്നിട്ടില്ല, പലരെയും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അവിടെ ഓടിയെത്തിയത് ബഹുമാനായ രാഹുൽ ഗാന്ധിയാണ്. അവിടെ പ്രധാനമന്ത്രി ഇവിടെ കേരളത്തിൽ 2 പ്രാവശ്യം കല്യാണത്തിനും അതുപോലെ ഇലക്ഷൻ പ്രചരണത്തിനുമൊക്കെ വന്നു. സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലും കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് വരുന്ന പ്രധാനമന്ത്രി ഈ മണിപ്പൂരിൽ ഇത്രയും ജനങ്ങൾ കൊന്നൊടുക്കിയിട്ടും ബലാത്സംഗം ചെയ്തിട്ടും അവിടേക്ക് പോകാൻ യാതൊരു താല്പര്യവും കാണിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും കേരളത്തിൽ. ഇവിടെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി BJPയുടെ നേതാക്കൾ കേക്കുമായി പല അരമനകളിലും പള്ളി വേടകളിലുമൊക്കെ കയറി ഇറങ്ങിയാലും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൂടാതെ പൗരത്വ ഭേദഗതി ബില്ല് 5 വർഷം മുമ്പ് പാസ്സാക്കിയത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും പൊടിതട്ടി അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നോക്കിയത് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് മതവിഭാഗങ്ങളെ ഭൂരിപക്ഷമൊന്നും ന്യൂനപക്ഷമൊന്നും വേർതിരിവുണ്ടാക്കി അതിൽ നിന്ന് വോട്ട് സമ്പാദിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് നടത്തുന്ന ശ്രമമാണ്. അതൊക്കെ ഇവിടെ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും. രാഹുൽ ഗാന്ധി കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ്സുകാരുടെ ഒരു വികാരമാണ്. അതുകൂടാതെ ഇന്ത്യയിൽ ഒരു മതേതര സർക്കാർ വരണമെന്നാഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഒരു വികാരമാണ്. ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയും കേരളത്തിൽ UDF-ഉം രാഹുൽ ഗാന്ധിയുടെ ഈ വരവോടുകൂടി വലിയ വിജയവും അതേപോലെ തന്നെ 19 എന്നുള്ളത് 20-ലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വിജയമായിരിക്കും ഉണ്ടാകുക. ഇന്ത്യ മുന്നണിയുടെ മുഖമാണ് രാഹുൽ ഗാന്ധി എന്നാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുഖം എന്ന നിലയിൽ അദ്ദേഹം സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുന്നത് അത് കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ മുഖം എന്ന നിലയിൽ രാഹുൽ BJPയെ നേരിടേണ്ടതുണ്ട്. അദ്ദേഹം രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമോ BJPയെ നേർക്ക് നേരെ ഫൈറ്റ് ചെയ്തുകൊണ്ട്?
അല്ല, അത് വരുന്നതല്ലേ ഉള്ളൂ. കാരണം നാളെ കൊണ്ട് കേരളത്തിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ അദ്ദേഹം സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ കേരളത്തിലെ UDFൻ്റെ മുഴുവൻ ആളുകളും ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ഇന്ന് നോമിനേഷൻ കൊടുക്കുകയുണ്ടായി. ഇനി മറ്റ് സംസ്ഥാനങ്ങൾ ഈ പറഞ്ഞതുപോലെ BJPയെ നേരിടാൻ പറ്റിയ സംസ്ഥാനങ്ങളിൽ എവിടെ മത്സരിക്കണമെന്ന് അത് കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് തീരുമാനിക്കും. അദ്ദേഹം ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല. അപ്പോൾ സ്വാഭാവികമായും സാധാരണ രീതിയിൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഈ AICC പ്രസിഡന്റും BJPയുടെ നേതാക്കളുമൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ 2 സീറ്റിൽ മത്സരിക്കുന്നത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു സീറ്റിൽ മത്സരിച്ചു കൂടായികയൊന്നുമില്ല. അത് തീരുമാനമാകാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും കേരളത്തിൽ നിലവിൽ MP എന്നുള്ള നിലയിൽ അദ്ദേഹം ഇന്ന് നോമിനേഷൻ കൊടുത്തു. അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും വലിയ ആവേശം നൽകുന്ന ഒന്നാണ്. അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അടുത്ത ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹം പ്രധാനമന്ത്രിയോയി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അടിവരയിട്ടുകൊണ്ട് പറയുന്നത്, ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ആലപ്പുഴ സീറ്റ് കൂടി തിരിച്ചു പിടിച്ചുകൊണ്ടായിരിക്കും ഈ കുറി UDF കേരളത്തിൽ പ്രകടനം നടത്താൻ പോകുന്നത്. അതിൻ്റെ അകത്തൊന്നും യാതൊരു സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാരിന് കഴിഞ്ഞ പ്രാവശ്യം LDFന് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒട്ടനവധി സർക്കാരിന് ചെയ്ത വോട്ടുകൾ പോലും ഇക്കുറി സർക്കാർ വിരുദ്ധ വോട്ടുകളായി UDFിലേക്ക് വരും. പിന്നെ BJP ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. 2 ഗവൺമെൻറ്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും കേരളത്തിലുണ്ടാകും. ഇന്ത്യ മുന്നണിക്ക് സ്വാഭാവികമായും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് BJPക്ക് മുന്നണിക്ക് കിട്ടിയത് 37.36%. BJPക്ക് കിട്ടിയത്. കോൺഗ്രസിന് 19.49% കിട്ടിയുള്ളൂ. CPIMന് 1.77%, CPIക്ക് 0.58% ഉള്ളൂ. BJPക്ക് 303 സീറ്റ് കിട്ടി. 44 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. CPMന് 3ഉം CPIക്ക് 2ഉമാണ്. ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ഒറ്റയ്ക്ക് പല സംസ്ഥാനങ്ങളിൽ നേരിട്ടെങ്കിൽ ഈ പ്രാവശ്യം മതേതര കക്ഷികളും BJP ഇതര കക്ഷികളുമായി ഒന്ന് ചേർന്ന് ഇന്ത്യ മുന്നണി രൂപീകരിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം മുന്നോട്ട് പോകുന്നത്. അത് ഇന്ത്യ മുന്നണി പല സംസ്ഥാനങ്ങളിലും നിലവിൽ രൂപീകരിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്ര രൂപീകരിച്ചു, ബീഹാറിലെ, UPയിലെ, ഹരിയാനയിലെ, ഗുജറാത്തിലെ, തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ ഇവിടങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്ത് ആണ് പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും മുന്നണി സംവിധാനം രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ചർച്ചകൾ നടന്നു വരുന്നു. ഏകദേശം 28 പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ രീതിയിലല്ല മത്സരിച്ചത്. കോൺഗ്രസ്സിന് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് കോൺഗ്രസ് അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ മത്സരിക്കുകയുണ്ടായി. അതായത് 2019 ഭിന്നിപ്പിച്ച് മതേതര വോട്ടുകളെല്ലാം ഭിന്നിപ്പിച്ച് BJPക്ക് 303 സീറ്റ് നേടിയെടുക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ഇക്കുറി ആ ഒരു സാഹചര്യം നിലവിലില്ല. ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി നിലവിലുണ്ട്. BJPക്കെതിരായി പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ വികാരങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം സ്വാഭാവികമായും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായി മാറും എന്നുള്ളത് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ P. കൃഷ്ണദാസ്, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ് വയനാട്. അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ BJP സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് വയനാട്ടിൽ നിങ്ങൾ ഇറക്കിയിട്ടുള്ളത്. രാഹുലിനെതിരെ എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ? രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ UPA സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം, ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിനെതിരെ CPI മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം എത്രത്തോളം ബാലിശവും പരാജയപ്പെട്ടതുമാണ് എന്നുള്ളത് ആ ഒറ്റ കാരണം കൊണ്ട് മനസ്സിലാകുമല്ലോ. നേരത്തെ ശ്രീ VP സജീന്ദ്രൻ സൂചിപ്പിച്ച കാര്യങ്ങൾ അത് താൽക്കാലികമായും മുറിവുണക്കാൻ എന്ന തരത്തിൽ CPIക്ക് ഒരു ആശ്വാസം നൽകാൻ എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുക എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ താഴെത്തട്ടിലേക്കുള്ള പ്രശ്നങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം ദൃഢമായിട്ട് നിലനിൽക്കുന്നതാണ് എന്നുള്ളത് ഈ പരസ്യമായിട്ടുള്ള മത്സരം കണ്ടാൽ അറിയില്ല. CPMന് ഒറ്റ MP മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ. ആ സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള സംഘടനാ സെക്രട്ടറിയാണ്. അപ്പൊ കേരളത്തിൽ 2 പ്രധാനപ്പെട്ട നേതാക്കളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മത്സരിക്കുന്നത്. ഒന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ, അവിടെ CPIയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. 2 ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിക്കുന്നു, അവിടെ CPMന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അപ്പൊ CPMനെ സംബന്ധിച്ചാണെങ്കിലും CPIയെ സംബന്ധിച്ചാണെങ്കിലും ഈ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ആ മുന്നണിയിലുള്ള കെട്ടുറപ്പിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷെ അതേസമയം
നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം, പ്രായോഗിക രാഷ്ട്രീയം, ഇവരിൽ ആര് മത്സരിച്ചാലും, ഇവരിൽ ആര് ജയിച്ചാലും എന്താ സംഭവിക്കുക? ഇവർ രണ്ടുപേര് ജയിച്ചാലും പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എംപിമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന സംവിധാനമായി മാറും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംവിധാനത്തിന് മാറ്റം ഉണ്ടാകുമോ? കഴിഞ്ഞ 10 വർഷക്കാലമായി ഇതേ സ്ഥിതി തുടരുന്ന ആളുകളാണ്. ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? അവർക്കൊരു നിർദ്ദേശം വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി BJPക്ക് നിർത്താനുള്ള സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ് താങ്കൾ എന്നോട് ചോദിച്ചത്. രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം എന്ന നിലക്ക് വയനാട് മാറുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റായി വയനാട് മാറുകയാണ്. മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളും വയനാട് ജില്ലയിലെ മണ്ഡലങ്ങളും കൂടി ചേർന്ന് വടക്കൻ ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റായി അത് മാറുകയാണ് വയനാട്. ആ വയനാട് മണ്ഡലത്തിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ സംസ്ഥാന അധ്യക്ഷനെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വയനാട് മണ്ഡലത്തിലെ മത്സരം എത്ര ഗൗരവത്തോടു കൂടിയിട്ടാണ് BJP കാണുന്നത് എന്നുള്ളതും, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തെ ചെറുക്കാൻ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് CPIയുടെ സ്ഥാനാർത്ഥി എവിടെ നിന്നാണ് വരുന്നത് നമുക്കെല്ലാം അറിയാമല്ലോ. ദേശീയ തലത്തിൽ ഒരുമിച്ചിരിക്കുന്ന ആളുകളാണ് ഇവിടെ വന്ന് പരസ്പരം മല്ലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ രണ്ട് സ്ഥാനാർത്ഥികളും UDFന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിലും LDFന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് ഈ രാജ്യത്ത് എവിടെ വേണമെങ്കിലും മത്സരിക്കാനുള്ള അവകാശം ഏതൊരു പൗരനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഉത്തർപ്രദേശിൽ കാലങ്ങളായി ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ മണ്ണ് അത് ഒലിച്ചു പോയിരിക്കുന്നു. അവിടെ ഇനി ജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് കണ്ടറിഞ്ഞ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം റായ്ബറേലി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ കുത്തകയായിട്ടുള്ള സീറ്റ് അവിടെ നിന്ന് കോൺഗ്രസിന്റെ സമ്മന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരിക്കുന്നു. അപ്പൊ അമേഠി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അമേഠിയിൽ ഇനി ഒരു തിരിച്ചുവരവ് എന്നുള്ളത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. അപ്പൊ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് UDFലെ ഘടകകക്ഷികളുടെ പിൻബലത്തോടു കൂടി മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ദേശീയ നേതാക്കന്മാരെ പോലും ജയിപ്പിച്ചെടുക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു. അതിപ്പോ ആലപ്പുഴയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലാണെങ്കിലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഉള്ളൊരു സാഹചര്യം കേരളത്തിൽ, ജയിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലില്ല. അവർക്ക് സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെയും എല്ലാം പിന്തുണയോടുകൂടി മാത്രമേ കേരളത്തിൽ ജയിക്കാൻ വേണ്ടി കഴിയൂ. ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാനുള്ള ഒരു സംഘടനാ ശേഷിയോ ഒരു രാഷ്ട്രീയ ശേഷിയോ കേരളത്തിൽ നിന്ന് കോൺഗ്രസിനുണ്ട് എന്ന്. കർണാടകയിലെ ഒരു സഖ്യം ഇല്ലാതെയാണ് അവർ ജയിക്കാറുള്ളത്. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാണ് ജയിച്ചത്. അല്ല, നമ്മൾ കേരളത്തെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ വേറെ എവിടെയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. വേണമെങ്കിൽ തെലങ്കാനയിലേക്ക് പോയി മത്സരിക്കാമായിരുന്നു ഇവർക്കൊക്കെ. അപ്പൊ എന്താ മത്സരിക്കാത്തത്? കർണാടകത്തിലും തെലങ്കാനയിലും അജിംസ് ചോദിച്ച പോലെയാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ സൗത്ത് ഇന്ത്യയിലെ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിൽ അവരുടെ സഖ്യകക്ഷിയാണല്ലോ DMK, ആ DMK അടക്കം ശക്തരായി നിൽക്കുന്ന തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല? അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങളുടെ പ്രശ്നം എന്താണ്? കേരളത്തിൽ മത്സരിക്കുന്നതാണോ പ്രശ്നം? അത് തമിഴ്നാട്ടിലായാലും തെലങ്കാനയിലായാലും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് മത്സരിക്കുക, അവിടെ ജയിക്കാൻ പോവുക. കേരളത്തിൽ മത്സരിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് പ്രശ്നം എന്താണ്? അല്ല അജിംസെ, ഞാൻ എന്റെ വാദം ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞില്ലല്ലോ. തമിഴ്നാട്ടിലും തെലങ്കാനയിലും ആന്ധ്രയിലും കർണാടകത്തിലുമൊക്കെ അങ്ങ് പറയുന്നത് പോലെ മത്സരിച്ച് ജയിക്കാനുള്ള സാഹചര്യം കോൺഗ്രസിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ആ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നില്ല? ഞാൻ പറയാൻ വന്ന രാഷ്ട്രീയം, ആ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് സുരക്ഷിതമായ മണ്ഡലമില്ല എന്നുള്ളതാണ്. അത് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അജിംസ് സംസാരിക്കുന്നതെങ്കിൽ ആ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് അവർ തന്നെ പറയട്ടെ. അങ്ങനെ ഉണ്ടോ? ഏതെങ്കിലും MPമാരെ സുരക്ഷിതമായി ജയിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മണ്ഡലം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം അവിടെ ഉണ്ടോ? ഇവിടെയുണ്ട്, കേരളത്തിലുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ, കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എറണാകുളം ലോക്സഭാ മണ്ഡലം, അവിടെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്ന് ഇപ്പൊ ഒരു സഖ്യകക്ഷിയും ഇല്ലാതെ നിന്ന് രാഹുൽ ഗാന്ധി ജയിപ്പിച്ചെടുത്തൂടെ എറണാകുളത്ത്? എന്താ മത്സരിക്കാത്തത്? രാഹുൽ ഗാന്ധി എന്താ എറണാകുളത്ത് മത്സരിക്കാത്തത്? അല്ല, അത് അവരെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പറയുന്നു അങ്ങനെ സുരക്ഷിത മണ്ഡലമില്ല വയനാട് ഒഴികെ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് മത്സരിച്ച് ജയിക്കും.
വയനാട് ഒഴികെയെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, കേരളം അല്ലാതെ ഒരു സ്ഥലമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അജിംസ്. കേരള സംസ്ഥാനമല്ലാതെ അങ്ങനെ ജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു സുരക്ഷിത മണ്ഡലം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലാണ് അതുള്ളത്. കേരളത്തിൽ അതുണ്ട് എന്നവർ വിശ്വസിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സഖ്യകക്ഷികളുടെ പിൻബലമാണെന്നാണ് ഞാൻ പറയുന്നത്. എറണാകുളത്തും അതുണ്ടാകാം, ആലപ്പുഴയിലും അതുണ്ടാകാം. അവർക്ക് മത്സരിക്കാം. എന്തുകൊണ്ട് അവർ തിരുവനന്തപുരത്ത് മത്സരിക്കാത്തത്? അങ്ങനെ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ പോരെ. ഇപ്പൊ വയനാട്ടിൽ മത്സരിക്കുന്നതിന് മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മലപ്പുറത്തിന്റെ രാഷ്ട്രീയം കൂടിക്കലർന്നതാണത്. അത് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണ് എന്നവർ കരുതുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അത്ര ശക്തി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അജിംസ് ചോദിച്ച ചോദ്യം VP സജീന്ദ്രനോട് ചോദിക്കണ്ടേ? എറണാകുളത്ത് എന്തുകൊണ്ട് മത്സരിച്ചില്ല? ആലപ്പുഴയിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല? തൃശ്ശൂരിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല? മറ്റു മണ്ഡലങ്ങൾ സുരക്ഷിതമെന്ന് പറയുന്ന വടകര എന്തുകൊണ്ട് മത്സരിച്ചില്ല? കണ്ണൂർ എന്തുകൊണ്ട് മത്സരിച്ചില്ല? അപ്പൊ അതാ ഞാൻ സൂചിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക് മത്സരിച്ച് സുരക്ഷിതമായി ജയിക്കാൻ ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് മത്സരിക്കാൻ മണ്ഡലങ്ങൾ ഉണ്ടാവും. പക്ഷെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ ജയിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി മത്സരിക്കാൻ വേറൊരു മണ്ഡലം, സുരക്ഷിത മണ്ഡലം എന്നവർ കാണുന്ന ഒരു മണ്ഡലം വയനാട്, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം ആയിട്ട് അവർ കാണുന്നത് വയനാടാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് വയനാട്ടിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതൊരു ശക്തമായിട്ടുള്ള മത്സരം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. വയനാട്ടിൽ BJP ഈ തവണ കൊണ്ടുവരുന്ന രാഷ്ട്രീയ മത്സരം എന്ന് പറയുന്നത് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് നിർണായകമായിട്ടുള്ള മത്സരമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാനുള്ള അത്രയും സീറ്റുകൾ ലഭിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ എണ്ണം കുറയുന്ന സാഹചര്യത്തിലേക്കാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി മാറാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ അജിംസ കർണാടകത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും തെലങ്കാനയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ എന്റെ വശം ഞാൻ പറഞ്ഞത്, അവർക്ക് സുരക്ഷിതമായി ദേശീയ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ ആ സംസ്ഥാനങ്ങൾ സുരക്ഷിതമല്ല എന്ന് അവർ കരുതുന്നത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ അവർക്ക് കർണാടകത്തിൽ മത്സരിപ്പിക്കാമല്ലോ, എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? അതിന്റെ രാഷ്ട്രീയം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയാലോ. ശരി കൃഷ്ണദാസ്. ശ്രീ എ സമ്പത്ത്, കൃഷ്ണദാസിന്റെ ഒരു വാദപ്രകാരം രാഹുൽ ഗാന്ധിക്ക് ഷുവറായിട്ട് ജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. കേരളത്തിൽ തന്നെ എല്ലാ സീറ്റുകളിലും ഉറപ്പായിട്ടും ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതിൽ ഏറ്റവും സേഫസ്റ്റ് സീറ്റ് എന്ന് പറയുന്നത് വയനാടാണ്. അപ്പോൾ അങ്ങനൊരു സീറ്റേ കോൺഗ്രസിനുള്ളൂ അങ്ങനെ കണ്ടെത്താൻ കഴിയുന്നെങ്കിൽ വയനാട്ടിൽ മത്സരിക്കുന്നു. ആ വയനാട്ടിൽ മത്സരിക്കുന്നത് വഴി UDFന് ഒരു ആവേശം, ഒരു ഓളം 2019 പോലെ ഉണ്ടാവുകയാണെങ്കിൽ അതവർ നേടാൻ ആഗ്രഹിക്കുന്നു. അതിന് തെറ്റു പറയാൻ കഴിയും? അജിംസെ, ഈ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും ശ്രീ സജീന്ദ്രനും ശ്രീ കൃഷ്ണദാസും പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ രാഷ്ട്രീയമുണ്ട്. ചില കാര്യങ്ങൾ അതിൽ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളിൽ സത്യമുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല, അത് ആവർത്തിക്കാനും പോകുന്നില്ല. ഞാനിതിൽ അജിംസ് ഈ ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ഒരു മറുപടി എന്നുള്ളത്, ഞാൻ രണ്ടുപേർ പറഞ്ഞതും അതിൽ സജീന്ദ്രൻ പറഞ്ഞത് ഞാൻ കുറച്ചേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതിലൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. 5 വർഷത്തിന് മുമ്പ് ഇതേ സ്ഥാനാർത്ഥി തന്നെ ഇതേ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോഴും വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ചില ചർച്ചകളും, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇതൊരു ചർച്ചയാണ്, ഷോ എന്ന് പറയണമല്ലോ, അത്തരത്തിലുള്ള ഷോ തന്നെ ഉണ്ടായി. പിറ്റേന്ന് പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങളിലെല്ലാം തന്നെയുള്ള വാർത്ത എന്നുള്ളത് ഇങ്ങനെ ഈ സ്ഥാനാർത്ഥി അവിടെ വയനാട് വന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. ആ തെരഞ്ഞെടുപ്പ് 17ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF വിശിഷ്യ കോൺഗ്രസ് അവരെ അനുകൂലിക്കുന്നതായിട്ടുള്ള മുഖ്യധാര മാധ്യമങ്ങളുമെല്ലാം എന്തായിരുന്നു പറഞ്ഞത്? ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നില്ല എങ്കിൽ, കോൺഗ്രസ് വന്നില്ല എങ്കിൽ ഇപ്പോൾ ഈ BJPയുടെ ഭരണത്തെ അവസാനിപ്പിക്കാനായി കഴിയില്ല, അത് വർഗീയ ഫാസിസത്തിലേക്ക് പോകും, ഇവിടെ ചെറുക്കാനായി ഇനി ആകെയുള്ള മാർഗം എന്നത് ഇത് അവസാനത്തെ വണ്ടിയാണ് പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനിതൊന്നും എൻ്റെ വായിൽ നിന്ന് വരുന്നത് ഞാൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതൊന്നുമല്ല. ഇതെല്ലാം അന്നും ചർച്ചകളിൽ ചിലപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഞാനീ പറയുന്നത്. ഞാനൊന്ന് സ്ഥാനാർത്ഥി കൂടിയായിരുന്നപ്പോൾ തന്നെ. അതുകൊണ്ട് UDFന് വിശേഷിച്ച കോൺഗ്രസ്സിന് വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലെല്ലാം ഇത് പ്രചണ്ഡമായ പ്രചരണമായി മാറി. കേരളത്തിൻ്റെ ഒരു മനസ്സുണ്ട്. കേരളത്തിൻ്റെ മനസ്സ് എന്നുള്ളത് ഒരു മതനിരപേക്ഷ മനസ്സാണ്.
അത് കേരളത്തിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അത് നമ്മളാരും നനച്ചിട്ടല്ല, ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ഒക്കെ നമ്മളാരും ജനിച്ചതും നമ്മളത് അങ്ങനെ നമ്മൾ വളർന്നു വന്നതുമല്ല. പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയെല്ലാം ബഹുമാനിക്കുകയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയെല്ലാം ബഹുമാനിക്കുകയും അവരുടെ ഭക്ഷണം, വേഷം, ഭാഷ, അവരുടേതായ ആഘോഷങ്ങൾ, അത്തരം കാര്യങ്ങളോടെല്ലാം നമ്മൾ അത്തരത്തിൽ അത് സഹോദര തുല്യമായ സ്നേഹം വെച്ചു പുലർത്തുകയും അവർക്കതിനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. ഇവിടെ ഒരു വിശ്വാസിയും, ഞാൻ എം വി ഗോവിന്ദ മാസ്റ്ററുടെ ഭാഷ കടമെടുക്കുകയാണ്, ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല, ഒരു വർഗീയവാദിയെ വിശ്വാസിയായി കണക്കാക്കുകയും ചെയ്യരുത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലുള്ള ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തുമ്പോൾ തന്നെ ഈ കേരളത്തിൽ നിരവധി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട ആ ചടങ്ങുകളിൽ ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ പിതാവ് സഖാവ് അനിരുദ്ധൻ്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന അടക്കം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം EMS സ്ക്വയറിൽ പോയതും അതിന് മുമ്പ് VS കണ്ടതും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ, ഞാനൊരു പാർലമെൻ്റ് അംഗമായിരുന്ന ആളെന്നുള്ള നിലയിൽ ചോദിക്കട്ടെ, ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ വയനാടിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായ അംഗത്തിൻ്റെ, നിലവിൽ സിറ്റിംഗ് MP ആണല്ലോ, എന്തായിരുന്നു പ്രവർത്തനം? എത്ര തവണ തൻ്റെ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്? അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള വിഷയങ്ങൾ എന്താണ്? എന്തൊക്കെ ജനകീയ വിഷയങ്ങൾ അദ്ദേഹം ലോക്സഭയിൽ ഉന്നയിച്ചു? എന്തെല്ലാം വിഷയങ്ങളിൽ അത്തരത്തിൽ അദ്ദേഹം യൂണിയൻ മന്ത്രിമാരുമായി ചർച്ച നടത്തി? ഇത്തരം ജനകീയ വിഷയങ്ങളിലും കേരളത്തിൻ്റെ വിഷയങ്ങൾ, അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെല്ലാം കാര്യങ്ങളിൽ അദ്ദേഹം അങ്ങനെ നിവേദനം നൽകാനെങ്കിലും അദ്ദേഹം ഉണ്ടായിരുന്നു? ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ ചോദിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവ് അതിൻ്റെ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞാൽ പോലും നമുക്കെല്ലാം അറിയാം, ശ്രീമതി സോണിയാഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവരുടേതായിട്ടുള്ളൊരു സ്റ്റേച്ചർ വെച്ചുകൊണ്ട് ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം. ആർക്കെതിരായിട്ടാണ് മത്സരം അജിൻസേ? ആർക്കെതിരായിട്ടാണ് ഇവിടെ ഈ മത്സരം? അദ്ദേഹം വന്ന് മത്സരിക്കുന്നു എന്നുള്ളത് ശ്രീ കൃഷ്ണദാസിൻ്റെ എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരായിട്ടാണോ മത്സരം? അല്ലല്ലോ. ആർക്കെതിരായിട്ടാണ് മത്സരം? ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? അപ്പം ഞാനിപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ പരാജയപ്പെട്ടു എന്നുള്ളതിനെയൊന്നും ചൂണ്ടിക്കാണിക്കാനല്ല. ഞാനും പരാജയപ്പെട്ടതാണ്, അദ്ദേഹവും പരാജയപ്പെട്ടതാണ്. അങ്ങനെ ആ മണ്ഡലങ്ങളിൽ തന്നെ അവരുടെ സ്ഥിരമായി കോൺഗ്രസിൻ്റേതായ കുത്തക മണ്ഡലമായിരുന്ന സ്ഥലത്ത് തന്നെയാണ് പരാജയപ്പെട്ടത്. ഇവിടെ ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മളിപ്പോൾ ഈ വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്നത്, പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനവും ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അത് ലോകത്തെല്ലാം ഉണ്ടാകുന്നുണ്ട്, ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്, കേരളത്തിൽ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. UDF ചിലപ്പോൾ അത് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചിട്ട് നോക്കേണ്ട, അത് വേറൊരു കാര്യം. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ അന്ന് ഇദ്ദേഹത്തിൻ്റെ തന്നെ പിതാവിൻ്റെ അമ്മയാണല്ലോ ശ്രീമതി ഇന്ദിരാഗാന്ധി. അവർ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്നൊരു നിയമത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ അലകും പിടിയും മാറ്റുന്നതിന് ആ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ചെറുമകന് ഇക്കാര്യത്തിൽ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് രാത്രി യാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് കർണാടകത്തിലെ ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇക്കാര്യത്തിൽ മിനിറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടോ പരിഹരിക്കാവുന്ന ഒരു വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. CPMൻ്റെ ലോക്സഭയിലെ നേതാവായിരുന്ന സഖാവ് P. കരുണാകരൻ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. ഞാൻ പറയട്ടെ, ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നിലപാട്? എന്താ ചെയ്തത്? ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്നുള്ള നിലയിലാണ് എങ്കിൽ ഏറ്റവും അതിൻ്റെ ഒരു സ്റ്റേച്ചർ, ആ ഒരു ക്രെഡിബിലിറ്റി, അത്തരം കാര്യങ്ങൾ, ഓണസ്റ്റി, ഒരു പൊളിറ്റിക്കൽ ഓണസ്റ്റി എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഉണ്ടായോ എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഈ ഡിച്ചിങ് അമേഠി ആൻഡ് റീച്ചിങ് വയനാട് എന്നൊരു ഇംഗ്ലീഷ് പദപ്രയോഗം ഞാനിവിടെ നടത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഫലത്തിൽ അതല്ലേ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടം, ആ പോരാട്ടത്തിൽ നിങ്ങൾ ആരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിലും അവർക്ക് വോട്ട് ചെയ്യണം, വിജയിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞത്. ഇനിയും UDFും കോൺഗ്രസുമെല്ലാം ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്നുള്ളത് കൊണ്ട് ഇത്തവണയും ഈ ചക്കയിലെ കളകളെല്ലാം തന്നെ പൊട്ടി വിരിഞ്ഞ് അതെല്ലാം ചക്കയായി, ഈ പ്ലാവിൽ ഇതെല്ലാം ചക്കയാകുമെന്നും അതെല്ലാം വീഴുന്നത് കാത്ത് താഴെ തന്നെ മുയലുകൾ ഉണ്ടാവുമെന്നും അതെല്ലാം വീണ് മുയലെല്ലാം ചാവും എന്നുമാണ് പ്രതീക്ഷയെങ്കിൽ ആ പ്രതീക്ഷയുമായി അവരിരുന്നു കൊള്ളട്ടെ. വാണി രാജ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണ്, ആ മഹിളാ സംഘടനയുടെ നേതാവാണ്. അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങൾ പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്. നിയമ പോരാട്ടങ്ങളിലടക്കം സഖാവ് സുഭാഷിണി അലിയോടൊപ്പവും അതുപോലെ തന്നെ സഖാവ് ബൃന്ദ കാരാട്ടിനോടൊപ്പവും തുലനം ചെയ്തു തന്നെ ഞാൻ പറയുന്നു, ആ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടാൻ അരിവാൾ നിൽക്കുന്നൊരടയാളത്തിൽ സർവ്വതാ യോഗ്യ ആനി രാജയാണ്. ശരി, ശ്രീ VP സജീന്ദ്രൻ,
കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഇമോഷൻ ഉണ്ടായിരുന്നു. BJP സർക്കാരിനുള്ള ആൻറ്റി ഇൻകംബൻസി പ്രതിഫലിക്കും, കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരത്തിൽ വരും, അങ്ങനെ വന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, അങ്ങനെ കേരളത്തിൽ നിന്ന് ജയിച്ചു കയറിയ ലോക്സഭാംഗം പ്രധാനമന്ത്രിയാകും തുടങ്ങിയ ഒരുപാട് പ്രതീക്ഷകൾ കേരളത്തിലെ വോട്ടർമാർക്കെതിരെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുറി 2024 തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായ ഒരു വികാരം എത്രമാത്രമുണ്ട്? മോദി വീണ്ടും വരും എന്നൊരു ഫീലാണ് ഉള്ളതെങ്കിൽ ആ ഫീൽ ഉൾക്കൊണ്ടുകൊണ്ട് വോട്ട് ചെയ്യുന്ന കേരളത്തിലെ വോട്ടർമാർ രാഹുൽ പ്രഭാവത്തിന് എത്ര വോട്ട് ചെയ്യും? അല്ല, ഞാൻ ആദ്യമേ അജിംസെ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ BJPക്കെതിരായി നേരിട്ടത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സീറ്റ് ഈ പ്രാവശ്യം കോൺഗ്രസ് മത്സരിക്കുന്ന, കോൺഗ്രസിന് ഉറച്ച സീറ്റുകളായ ഏകദേശം 320 സീറ്റുകളിലാണ് ഈ പ്രാവശ്യം മത്സരിക്കുന്നത്. BJP കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച അതേ സീറ്റിൽ തന്നെ മത്സരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല, കാരണം മതേതര വോട്ടുകൾ ഛിന്നഭിന്നമായി പോയതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് 44 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നത്. ഇപ്പോൾ ബഹുമാനായ ശ്രീ സമ്പത്ത് പറയുന്നത് അദ്ദേഹത്തിന് അത്യാവശ്യം വിവരവും രാഷ്ട്രീയപരമായിട്ടുള്ള അറിവുമൊക്കെ ഉള്ള ആളായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരം ഇന്നത്തെ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും രാഹുൽ ഗാന്ധി മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു DYFI നേതാവായി മാറിയോ എന്ന് പോലും സംശയിക്കും. എന്തായാലും അത് പോട്ടെ. എന്തായാലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നയാൾ ആ നിയോജക മണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്തു, അത് ജനങ്ങൾ അംഗീകരിച്ചോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ വിലയിരുത്തട്ടെ. എറണാകുളത്തിരുന്ന് ഞാനും തിരുവനന്തപുരത്തിരുന്ന് സമ്പത്തും അല്ല വിലയിരുത്തേണ്ട, അവിടുത്തെ ജനങ്ങളത് വിലയിരുത്തിക്കോളും. ഒന്ന്, രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ലോകത്ത് ഒരാൾ ചെയ്യാത്ത കാര്യമാണ് കന്യാകുമാരിയിൽ നിന്നും അദ്ദേഹം ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര. ആദ്യത്തെ ഭാരത് ജോഡോ കാശ്മീരിലേക്കാണ് പോയത്. കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഈ പറയുന്ന സമ്പത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ, SFIക്കാർ, DYFIക്കാർ, CITക്കാർ പോയ വഴികളിലൂടെ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്കിയോ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അദ്ദേഹം എന്തിനു വേണ്ടിയായിരുന്നു നടന്നത്. രണ്ടാം ഭാരത് ജോഡോ യാത്ര മണിപ്പൂരിൽ നിന്നും മുംബൈയിലേക്കാണ് അദ്ദേഹം നടത്തിയത്. അത് എന്തിനു വേണ്ടിയായിരുന്നു ഞാനിവിടെ ഇരുന്ന് സമയക്കുറവ് മൂലം വിശദീകരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്, അദ്ദേഹം നിയോജക മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് മറുപടി ഇപ്പോൾ പറയുന്നില്ല. ഞാനും ഒരു ജനപ്രതിനിധിയായി നിയമസഭയിൽ കുറേ കാലം ഇരുന്നയാളാണ്. അപ്പം ഇതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട. അത് അവിടെ എന്ത് ചെയ്തു എന്നുള്ള, ഇന്ത്യൻ പാർലമെൻറ്റിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട നിയമം പാസ്സാക്കിയെങ്കിൽ അന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സിറ്റുവേഷനിലാണ് ഇന്നുള്ളത്. ഇന്ന് ആ നിയമം മാറ്റിയെഴുതേണ്ടതും ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പം രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ്. അതിന് രാഹുൽ ഗാന്ധിയാണ് കുറ്റം പറയേണ്ടത്. രാഹുൽ ഗാന്ധി ആ വയനാട് നിയോജക മണ്ഡലത്തിന് വേണ്ടി ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ പാർലമെൻറ്റ് മണ്ഡലത്തിന് വേണ്ടി ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് പാർലമെൻറ്റിലെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അത് മീഡിയ വണ്ണിലിരുന്ന് ചർച്ച ചെയ്ത് തീരുന്ന വിഷയങ്ങളൊന്നുമല്ല. പിന്നെ ഒരു കാര്യം പറയാം, ഈ രാജ്യത്ത് 3 സീറ്റ് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPI. യഥാർത്ഥത്തിൽ CPI മറ്റ് കാര്യങ്ങൾ, ദേശീയ തലത്തിൽ മറ്റ് കാര്യങ്ങൾ CPMനേക്കാളും ഭേദത്തിലാണെന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ സിറ്റിംഗ് MP ആയ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്ത് ആനി രാജ വന്ന് മത്സരിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയാണോ? ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും അതൊരു രാഷ്ട്രീയ മര്യാദയല്ല. അവിടെ ചെയ്യേണ്ടിയിരുന്നത് ആനി രാജയല്ല അവിടെ മത്സരിക്കേണ്ടിയിരുന്നത്. ഇവിടെ ആര് മത്സരിച്ചാലും ആര് ജയിക്കുമെന്നുള്ളത് ഏത് പൊട്ടക്കണ്ണനും അറിയാമല്ലോ. രാഹുൽ ഗാന്ധിക്കെതിരെ ആര് മത്സരിച്ചാലും അവിടെ ജയിക്കാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ മത്സരിക്കേണ്ടത് ഈ CPIക്ക് മത്സരിക്കാൻ പറ്റിയ സ്ഥലം ഏതാ? ഇപ്പം ജയിച്ച 2 സീറ്റിൽ പോലും ഈ പ്രാവശ്യം ജയിക്കാൻ പറ്റുമോ? ഇന്ത്യ മുന്നണിയുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് ഒരുപക്ഷെ ജയിക്കാൻ പറ്റിയേക്കാം. പക്ഷേ ആനി രാജയെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിച്ച് അപഹാസ്യരാകുന്നത് ആരാണെന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ BJP എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത്? രാഹുൽ ഗാന്ധി മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും ജനങ്ങൾ BJP മുന്നണിക്ക് വോട്ട് ചെയ്യുന്നത്? ഈ പറയുന്ന രാമക്ഷേത്രം നിർമ്മിച്ച കാര്യമല്ലാതെ വേറെന്തെങ്കിലും പറയാൻ പറ്റുമോ? രാജ്യത്ത് തൊഴിലില്ലായ്മ സർവ്വകാല റെക്കോർഡിലാണ് അല്ലെന്ന് കൃഷ്ണദാസിന് പറയാൻ പറ്റുമോ? വിലക്കയറ്റം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ തിരഞ്ഞ അരക്ഷിതാവസ്ഥയിലാണ്. മണിപ്പൂർ പോലുള്ള സംഭവങ്ങൾ ക്രിസ്ത്യൻ സമുദായങ്ങൾ മാത്രമല്ല
ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മറ്റ് സമുദായങ്ങളും ഭയത്താൽ നിൽക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് അറിയാമല്ലോ. ഇവിടെ ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ നേതാക്കളെ, ബി ജെ പി എതിർക്കുന്നവരെ മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയ കക്ഷി നേതാക്കളെ എല്ലാം കള്ളക്കേസിൽപ്പെടുത്തി ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ തെരഞ്ഞെടുപ്പ് കൂടി ബി ജെ പി ജയിച്ചാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് പോലും ഭയത്തോടുകൂടി ജനങ്ങൾ നോക്കിക്കാണുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറി. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബി ജെ പി ഒന്നെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ, ബി ജെ പിക്കെതിരെ സംസാരിക്കുന്നവർ, പാർലമെന്റിൽ സംസാരിക്കുന്നവർ, പുറത്ത് സംസാരിക്കുന്നവർ, അവർക്കെതിരെ ഒന്നെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ ജയിൽ എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുദ്രാവാക്യം. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? സർക്കാർ, കേന്ദ്ര സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് ഇഡി പോലുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഉറപ്പായും നോമിനേഷൻ കൊടുത്തു പോയി കഴിഞ്ഞാൽ മത്സരിച്ച് ജയിക്കാം എന്ന് ഉറപ്പുള്ള ഒരൊറ്റ സീറ്റ് വയനാട് മാത്രമുള്ളൂ. അത് കൃഷ്ണദാസ് അവിടെ എന്ന് പറയുന്നത് കേട്ട് ഞാനൊരു കാര്യം തിരിച്ച് കൃഷ്ണദാസിനോട് ചോദിക്കട്ടെ. ഈ പറയുന്ന കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ രാമനാഥപുരത്ത് നമ്മുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ മത്സരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് എനിക്കറിയത്തില്ല, ദേശീയ നേതാവാണ് അവർ. അവിടെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ? ഈ പറയുന്ന കേരളത്തിൽ വന്ന് മത്സരിക്കാൻ തയ്യാറുണ്ടോ? ഈ പറയുന്ന മോഡിക്കോ അമിത്ഷായ്ക്കോ കർണാടകത്തിൽ വന്ന് മത്സരിക്കാൻ തയ്യാറുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ചർച്ചയിലിരുന്ന് പറയാം. ഈ ദേശീയ നേതാവായി ഇവർക്കാർക്കെങ്കിലും കേരളത്തിൽ വന്ന് മത്സരിക്കാനായിട്ടുള്ള ധൈര്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെ എവിടെ മത്സരിക്കണം, എങ്ങനെ മത്സരിക്കണം എന്നൊക്കെ ആ പാർട്ടിയുടെ സംവിധാനത്തിൽ ചില തീരുമാനങ്ങൾക്കും. രാഹുൽ ഗാന്ധിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. ഇതൊന്നും അമേഠിയിൽ ഒരു പ്രാവശ്യം മത്സരിച്ച് തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവിടെ തോറ്റു എന്നുള്ളതല്ല വിശ്വാസം. അങ്ങനെയൊന്നും ധരിക്കുകയും വേണ്ട. അതൊക്കെ എത്ര പേരും തോറ്റിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ? ഇന്ദിരാഗാന്ധി തോറ്റിട്ട് വീണ്ടും തിരിച്ചു വന്നില്ലേ? അപ്പം ഒരു പ്രാവശ്യം ഒന്ന് തോറ്റു എന്ന് കരുതി ഇനി അങ്ങ് തോൽവിയാണ്, പേടിച്ചോടി വന്നതാണെന്നുള്ള ധാരണയൊന്നും വേണ്ട. രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ ഇഷ്ടം പോലെ സീറ്റുകളുണ്ട്. കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നിർബന്ധനയും ആവശ്യപ്രകാരമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വന്നിരിക്കുന്നത്. അതിന് ഇത്ര അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നത്? സുരേന്ദ്രനല്ല ഏത് ദേവേന്ദ്രൻ വന്ന് ബി ജെ പിയുടെ മത്സരിച്ചാലും അവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ടിന്റെ ഭൂരിപക്ഷം. അമേഠിയിലും റായ്ബറേലിയിലും ഇനിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുകൂടി ഘട്ടത്തിൽ ശ്രദ്ധേയം. ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ നരേന്ദ്രമോദി രാമനാഥപുരത്ത് മത്സരിക്കുമെന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നു. അഭ്യൂഹമല്ല, പലരും അത് പറഞ്ഞു കേട്ടിരുന്നു. തമിഴ്നാട്ടിൽ മത്സരിക്കാൻ മോദി തയ്യാറാവുമോ? കുറഞ്ഞ പക്ഷം നിർമ്മലാ സീതാരാമൻ തയ്യാറാവുമോ? നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ തന്നെ വിഡ്ഢിത്തമാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മറ്റൊരിടത്ത് മത്സരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് എന്നാണ് VP സജീന്ദ്രൻ പറയുന്നത്. ബഹുമാനപ്പെട്ട സജീന്ദ്രൻ ചോദിച്ചത് ഒരു ഉൾട്ട ചോദ്യമാണ്. അവരെല്ലാം അവരവരുടെ സംസ്ഥാനത്തല്ലേ മത്സരിക്കുന്നത്. മോദി അവിടെയല്ലല്ലോ മത്സരിക്കുന്നത്. മോദി വാരാണസിയിലല്ലേ മത്സരിക്കുന്നത്. മോദി എത്ര കാലം ഗുജറാത്തിൽ മത്സരിച്ചു, എത്ര തവണ അമിത്ഷാ അവിടെ മത്സരിക്കുന്നു. എത്ര സുരക്ഷിതമായ മണ്ഡലം നോക്കിയിട്ടല്ലല്ലോ വാരണാസി പോകുന്നത്. ഈ അമേഠി അടക്കമുള്ള മണ്ഡലങ്ങൾ, റായ്ബറേലി അടക്കമുള്ള മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശിലെ മറ്റ് കോൺഗ്രസിന്റെ കൊത്തുകയറുന്ന മണ്ഡലങ്ങൾ അതെല്ലാം BJP പിടിച്ചെടുക്കുകയല്ലേ ചെയ്തത്. അമേഠിയിൽ ഒരു വട്ടം തോറ്റു എന്ന് കരുതി ഈ വട്ടം അമേഠിയിൽ മത്സരിക്കില്ല എന്നില്ലല്ലോ. അമേഠിയിലും റായ്ബറേലിയും ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അല്ല, ഞാൻ അതിന്റെ മണ്ഡലങ്ങളെ സംബന്ധിക്കുന്ന ഒരു തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ലെന്നേ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ രാഹുൽ ഗാന്ധിക്ക് എവിടെ മത്സരിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. അങ്ങനോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു എന്ന് മാത്രമേ കഴിഞ്ഞ സെഷനിൽ അതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ശ്രീ സജീന്ദ്രൻ സൂചിപ്പിക്കുന്നത് പോലെ മണിപ്പൂരിലെ കലാപത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ദിവാസ്വപ്നം കാണുക എന്നത് മാത്രമേ അതിനൊക്കെ സംബന്ധിച്ച് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. 2018 വരെ, 92 മുതൽ 2018 വരെ 23 തവണ BJP അതിനിടയിൽ ആകെ രാജ്യം ഭരിച്ചത് ഒരു 3-4 കൊല്ലമുള്ളൂ. ആ കാലഘട്ടത്തിൽ ആകെ ഒരേ ഒരു റയോട്ട് മാത്രമേ ആ സമയത്ത് അവിടെ നടന്നിട്ടുള്ളൂ. ബാക്കി 23 തവണ നടന്ന റയോട്ടുകളും കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നല്ലോ മണിപ്പൂരിൽ. എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ പോരെ. അപ്പൊ ഈ വർഷം കൊണ്ടുണ്ടായ ഒരു പുതിയ സംഭവമൊന്നുമല്ല മണിപ്പൂരിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട സജീന്ദ്രനോട് ഒറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. നേരത്തെ ശ്രീ സമ്പത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചു. CPIയുടെ സ്ഥാനാർത്ഥിക്കെതിരായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വന്ന് മത്സരിക്കുന്നു എന്നുള്ളത്. എനിക്ക് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒറ്റ കാര്യം, കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ, കോൺഗ്രസിന് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഈ തവണ പാർലമെന്റ് കാണണമെങ്കിൽ LDFന്റെ സഹായം വേണം. LDF സഹായിക്കില്ല എന്ന് തീരുമാനിച്ചാൽ ഈ തവണ രാഹുൽ ഗാന്ധി പാർലമെന്റ് കാണാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം സുരക്ഷിതമായ മണ്ഡലം വീണ്ടും മത്സരിക്കേണ്ടി വരും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആത്മാർത്ഥമായിട്ടാണ് ആനി രാജയെ
വയനാട്ടിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം നിർത്തിയിട്ടുള്ളതെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്തവണ പാർലമെന്റ് കാണാൻ വേണ്ടി പോകുന്നില്ല. BJP മത്സരിക്കുന്നത് കൊണ്ടാണോ, അതെന്താ അല്ലെങ്കിൽ കൃഷ്ണദാസ്, ആനി രാജ വയനാട് മണ്ഡലത്തിൽ അതിസ്വാധീനമുള്ള നേതാവാണോ? അല്ല, അവർ ജയിക്കേണ്ട ആളല്ലേ? അങ്ങനെ അല്ലാന്നാണോ? അല്ല, അവരങ്ങനെ ഒരു ഇലക്ട്രൽ വിജയത്തിന്റെ ചരിത്രമുള്ള ഒരു നേതാവല്ല. അവർ കുറെ കൂടി ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ് ഇന്ത്യ അവരറിയുന്നത്. അല്ല, അങ്ങനെ ഒരു സ്വയം പ്രഭാവം കൊണ്ട് ജയിച്ചൊരു ചരിത്രമൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ലല്ലോ. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളിൽ സ്ഥിരമായി മത്സരിക്കുന്നു, അങ്ങനെ ജയിക്കുന്നു. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ശ്രീ സമ്പത്ത് പറയട്ടെ, രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സ്വന്തം പ്രഭാവം കൊണ്ട്. സജീന്ദ്രൻ പറയട്ടെ, സ്വന്തം പ്രഭാവം കൊണ്ട് മണ്ഡലം സൃഷ്ടിച്ച ആളാണോ രാഹുൽ ഗാന്ധി? രാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഒരു മണ്ഡലം ഉണ്ടോ? കോൺഗ്രസിന് സ്ഥിരമായുള്ള മണ്ഡലങ്ങളുണ്ട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ മുതുമുത്തച്ഛന്മാരായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു, ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വയനാട് അതുപോലത്തെ ഒരു മണ്ഡലമാണെന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അതാ ഞാൻ സൂചിപ്പിച്ചത്, ഈ തവണത്തെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ സഖ്യം അന്നുമുണ്ട്. അതായത് കോൺഗ്രസ് ഭരണം, BJP വരരുത് എന്ന് വിചാരിക്കുന്ന നേതൃത്വം അന്നും ദേശീയ തലത്തിലുണ്ട്. അന്നത്തെ പ്രത്യേകത, കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ സഹായത്തോടുകൂടി കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ജയിക്കണം എന്നൊരു ആവേശമുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. പക്ഷേ ഈ തവണ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ അവിടെ. നമുക്കറിയാമല്ലോ അവിടെ എന്താ സംഭവിക്കണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായം സൂചിപ്പിച്ചത്. ഈ തവണയും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കാണ്. ഈ തവണ അങ്ങനെ ഒരു ധാരണ കോൺഗ്രസ്സുകാർക്ക് പോലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മറ്റൊന്ന്, ഇടതുപക്ഷം അത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രശ്നം. കഴിഞ്ഞ തവണ അവർ അത് പരോക്ഷമായി അംഗീകരിച്ചിരുന്നു, രാഹുൽ ഗാന്ധിയാണ് നേതാവ് എന്നുള്ളത്. ഈ തവണ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് അവർ പറയട്ടെ, അവർക്ക് പറയാമല്ലോ അവരുടെ നേതാവ് ആരാണെന്നുള്ളത് പാർലമെന്റിൽ വരുമ്പോൾ. അങ്ങനെ ഒരു നേതാവിനെ അവർ തെരഞ്ഞെടുത്തിട്ടുണ്ടോ, അങ്ങനെ ഒരു സംവിധാനം അവർക്കുണ്ടോ എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ശ്രീ CPM-ന്റെ പ്രതിനിധി ഉണ്ടല്ലോ ചർച്ചയിൽ, സമ്പത്തുണ്ടല്ലോ, അദ്ദേഹത്തിന് പറയാമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കേരളം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് MP ആയി ജയിക്കാനുള്ള ഒരു മണ്ഡലം മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെ ജയിക്കാൻ അനുവദിക്കേണ്ടത് ആരാണ്? ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ ഔദാര്യത്തിൽ മാത്രമേ അങ്ങനെയാണെങ്കിൽ ജയിക്കാൻ കഴിയൂ. കാരണം, അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇവിടെ മത്സരം നടക്കുന്നത് BJP-യുടെ നേതൃത്വത്തിലുള്ള രാജ്യം ഭരിക്കുന്ന, ഇനി ഭരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന, ജനങ്ങൾ വിശ്വസിക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം, പ്രത്യേകിച്ച് 400-ലധികം സീറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയോടാണ് മത്സരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അവിടെ കോൺഗ്രസിന്റെ ഒരു MP ജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് MP-മാർക്ക് ജയിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ തവണത്തെ 2014-നേക്കാൾ വോട്ട് ശതമാനം കുറവായിരുന്നു 2019 NDA-ക്ക്. അതേക്കാൾ വോട്ട് കൂട്ടുക എന്നതിനപ്പുറം നിങ്ങളും രാഹുൽ ഗാന്ധി തമ്മിലാണ് വയനാട്ടിൽ മത്സരം എന്നൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കാനാണ്? ജിംസെ, മണിപ്പൂരിൽ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു, ബംഗാളിലും മണിപ്പൂരിലൊക്കെ. അതായത് CPM-നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഒരു പാർട്ടിക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. ബംഗാളിൽ ഞങ്ങൾക്ക് ഒരു MLA പോലും ഇല്ലാത്ത സമയത്താണ് BJP മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നത്. ഇനി ത്രിപുരയിൽ ഞങ്ങൾക്ക് ഒരു MLA പോലും ഇല്ലായിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ആ സംസ്ഥാനത്തിന്റെ ഭരണം ഞങ്ങൾ പിടിക്കുന്ന തരത്തിൽ ജനമുന്നേറ്റം ഉണ്ടായത്. അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത്രയും നാളത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങേക്ക് മനസ്സിലായില്ലേ ഈ സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം എന്ന് ഒരു BJP-കാരനായി? NDA ജയിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇപ്പോഴും അതാണല്ലോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. മൂവാറ്റുപുഴയിൽ PC തോമസ് NDA സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ടില്ലേ? പാർലമെന്റിലേക്ക് ജയിച്ചിട്ടില്ലേ? കേരളത്തിൽ നിന്ന് ജയിക്കില്ല എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? കേരളത്തിൽ നിന്ന് NDA-യുടെ സ്ഥാനാർത്ഥിയായി PC തോമസ് ജയിച്ചിട്ടില്ലേ? അപ്പൊ നമ്മുടെ സംസ്ഥാനം NDA-ക്ക് അപ്രാപ്യമായിട്ടുള്ള സംസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. പക്ഷെ രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുകയാണ്. ഇനി 2024 കഴിഞ്ഞ് 2029 എത്തുമ്പോൾ ഈ തവണ UDF-ന് LDF-ന്റെ സഹായം വയനാട്ടിൽ കിട്ടിയില്ലെങ്കിൽ PC തോമസിനെ നിങ്ങളുടെ പാർട്ടി കൊണ്ടുവന്ന ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ചുകൂടെ? ഷുവർ സീറ്റ് ആവില്ല അങ്ങനെയാണെങ്കിൽ? അദ്ദേഹം മുന്നണി മാറിപ്പോയ ആളല്ലേ ഞങ്ങളുടെ പാർട്ടിയുടെ. PC തോമസ് മൂവാറ്റുപുഴയിൽ മത്സരിച്ച് ജയിച്ചത് അദ്ദേഹം ദീർഘകാലം മൂവാറ്റുപുഴയുടെ MP ആയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ കുറെ വോട്ടുകളും സ്വാധീനങ്ങളും ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ BJPക്ക് എന്നാൽ ഇപ്പൊ ഒന്ന് സ്ഥാനാർത്ഥിയെ നിർത്തി മൂവാറ്റുപുഴ ജയിപ്പിക്കാൻ പറ്റും? മൂവാറ്റുപുഴയുടെ ഭാഗമാണ് കോട്ടയം അല്ലെങ്കിൽ ചാലക്കുടി. അന്ന് BJPയുടെ അവിടുത്തെ വോട്ടിംഗ് നിലവാരമൊക്കെ കൃത്യമായി കൃഷ്ണദാസിന് അറിയാമല്ലോ. അത് അദ്ദേഹം MP എന്നുള്ള നിലയിൽ ദീർഘകാലം അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി MP എന്നുള്ള നിലയിൽ അതെ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP
ആ സമയത്ത് ജയിച്ചത് പി.സി. തോമസിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് എന്നാണ് സജീന്ദ്രൻ പറയുന്നതെങ്കിൽ LDF-ലേക്കും UDF-ലേക്കും പിന്നീട് പി.സി. തോമസ് മാറി മാറി വന്നല്ലോ. അദ്ദേഹം ജയിച്ചോ പിന്നീട്? നിങ്ങളുടെ കൂടെ വന്നതോടെ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി പോയി. അതുകൊണ്ടാണ് അതിനുശേഷം അദ്ദേഹത്തിന് ഡിക്ലൈൻ ആണ്, പൊളിറ്റിക്കൽ ഡിക്ലൈൻ ആണ് ഉണ്ടായത്. ക്രെഡിബിലിറ്റി പോയത് NDA അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഡിക്ലൈൻ ആണ്. എത്ര കാലം MP ആയിരുന്ന മനുഷ്യനാണ്, പിന്നീട് അദ്ദേഹത്തിന് ഗതി പിടിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ കൂടെ വന്നത് കൊണ്ടല്ലെന്ന്. ഞങ്ങളുടെ കൂടെ വന്ന് ഗതി പിടിച്ചിട്ടുള്ള എത്ര ആളുകൾ നിങ്ങൾക്ക് അറിയാം? PDP എന്ന് പറയുന്ന പാർട്ടി ജമ്മു കാശ്മീരിൽ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരല്ലേ? ഈ രാജ്യത്ത് നിങ്ങൾ വിരോധികളാണ് എന്ന് പറഞ്ഞ എത്ര ആളുകൾ ഞങ്ങളുടെ കൂടെ വന്നു? കോൺഗ്രസിൽ നിന്ന് വന്നിട്ടില്ലേ? CPM-ൽ നിന്ന് വന്നിട്ടില്ലേ? കേരളത്തിൽ വന്നിട്ടില്ലേ? PDP വിഘടനവാദികൾ വിളിച്ചവരാണ് നിങ്ങൾ, അവരുടെ കൂടെയാണ് നിങ്ങൾ കൂടിച്ചേർന്നത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മണിപ്പൂർ പ്രചരിപ്പിക്കുമ്പോൾ പോലും ഗോവയടക്കമുള്ള, അരുണാചൽ പ്രദേശ് അടക്കമുള്ള, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും എന്തിനാ ഈ പറയുന്ന മണിപ്പൂർ അടക്കം ഞങ്ങൾ ഭരിക്കുന്നത്, BJP ഭരിക്കുന്നത്, NDA ഭരിക്കുന്നത് ഈ ആളുകളെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണെന്നേ. അപ്പൊ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ BJP എന്ന് പറയുന്ന, NDA എന്ന് പറയുന്ന രാഷ്ട്രീയ സഖ്യത്തിന്, രാഷ്ട്രീയ പാർട്ടിക്ക് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്പേസ് ഉണ്ട് എന്നുള്ളത് ഈ 2024 തെളിയിക്കാൻ വേണ്ടി പോയാൽ ഞങ്ങളുടെ എത്ര ആളുകൾ ജയിക്കും? സമ്പത്ത് സുരേന്ദ്രൻ ജയിക്കുമോ ഇല്ലേ എന്നുള്ളതല്ല, അങ്ങനെ BJPക്ക് അങ്ങനെ ഒരു ആഗ്രഹം സ്വാഭാവികമാണ്. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്ത് അങ്ങനെയൊക്കെ പറയും പാർട്ടികൾ. അങ്ങനെ ഒരു ഡീലുണ്ട് എന്ന് UDF ആരോപിക്കുന്നുണ്ട്, നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്. ഒരു സീറ്റെങ്കിലും BJP ജയിപ്പിച്ചു വിടണം, അങ്ങനൊരു ഡീലുണ്ടോ? അതാണോ ഇവരുടെ ആത്മവിശ്വാസത്തിന്റെ രഹസ്യം? അജിംസെ, നമ്മുടെ ഈ രണ്ട് ചങ്ങാതിമാരും ഈ കാലാകാലങ്ങളായി ഞങ്ങളെ ആക്രമിക്കുന്ന ആ പദപ്രയോഗം ഞാനത് വയ്ക്കാൻ കാരണം എന്താണെന്നറിയോ? ഇത് രാഷ്ട്രീയമായി എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷത്തെ വകവരുത്തുക എന്നുള്ള കാര്യത്തിൽ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ചാണ് നിൽക്കാറുള്ളത്. അജിംസ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണല്ലോ ഈ കോലീബി സഖ്യത്തിൻ്റെ പ്രകടമായ നിലയിലേക്ക്, അത് വടകരയിലും ബേപ്പൂരിലും അത്തരത്തിൽ അവിടെ ഒരു പൊതു സ്ഥാനാർത്ഥിയെ ഈ രണ്ട് ചങ്ങാതിമാരുടെയും പാർട്ടികൾ നേതാക്കന്മാർ നിർത്തിയത് ചുറ്റികാരുവാൾ നക്ഷത്രത്തിനെതിരായിട്ടാണ്, ഇല്ലേ? ആ രാഷ്ട്രീയ ചരിത്രം എന്നത് നമ്മളങ്ങ് പെട്ടെന്നങ്ങ് മറന്നു പോകുക. അതിനുശേഷം ജനിച്ച കുട്ടികളാണ് എങ്കിൽ പോലും പല ആളുകളും ഇത് കൃത്യമായി അറിയാവുന്നതാണ്. കോൺഗ്രസും ലീഗും കൂടി അത്തരത്തിൽ ഒരു സ്ഥലത്ത് ഡോക്ടർ മാധവൻകുട്ടിയെയും മറ്റൊരിടത്ത് അഡ്വക്കേറ്റ് രത്തൻസിംഗിനെയും, അവർ രണ്ടുപേരും പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലാണ് എങ്കിൽ അവർ ജൈജാൻറ്റിക് ഫിഗേഴ്സ് എന്ന് പറയണം. അവരുടെ മുന്നിലൊക്കെ ഇപ്പോൾ ഡോക്ടർ മാധവൻകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിൽ, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ അത്തരത്തിൽ ഒരു ഗുരുവാണ്. അഡ്വക്കേറ്റ് രത്നസിംഗ് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള അഭിഭാഷകരായിട്ടുള്ള അന്നത്തെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും ഞങ്ങൾ ഇരിക്കുക പോലുമില്ല. അങ്ങനെയുള്ളവരെയാണ് അവർ സ്ഥാനാർത്ഥികളായി നിർത്തിയത്, പൊതു സ്ഥാനാർത്ഥികളായി. എന്തായിരുന്നു ഫലം എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ BJPയുടെ വക്താവ് പറഞ്ഞെടുത്ത് നിന്ന് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ BJP രാഷ്ട്രീയമാണ്, എല്ലാം പ്രവചനാതീതമാണ്, ഒക്കെ ശരിയാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങളുടെ മുന്നണികൾ വിജയിക്കണം എന്നുള്ള നിലയിലുള്ള ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പ്രചരണവും പ്രവർത്തനവും നമ്മുടെ ഈ വർത്തമാനത്തിലുമെല്ലാം നടത്താം. ശ്രീ കൃഷ്ണദാസ് ഇത് പറയുമ്പോൾ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു എന്ന് വാദ്യഘോഷാദികളോടുകൂടി തന്നെ അവർ കൊട്ടിഘോഷിച്ച് രാജ്യം മുഴുവനും അങ്ങനെ അവർ പറഞ്ഞതായ, പ്രചരിപ്പിച്ചതായ ഒരു മണ്ഡലം നേമം ആയിരുന്നു. ഞാൻ ഉള്ള തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ O രാജഗോപാലാണ് ജയിച്ചത്. നിരവധി തവണ അദ്ദേഹം അതിനു മുമ്പ് മത്സരിച്ചിരുന്നു. അദ്ദേഹം ഒരു ഈടുറ്റ രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ്, ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് തോറ്റു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. അദ്ദേഹം ഒരിക്കലും പാർട്ടി മാറിയിട്ടൊന്നുമില്ല, വ്യക്തിപരമായി അറിയാവുന്ന ആൾ തന്നെയാണ് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളത്. പക്ഷേ BJPയുടെ അക്കൗണ്ട് ഇവിടെ അത് പൂട്ടിച്ചു. എങ്ങനെയാണ് ശ്രീ O രാജഗോപാൽ ജയിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്ന് UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ തന്നെ UDFൽ നിൽക്കുന്ന വേളയിൽ തന്നെ പറയുകയുണ്ടായി എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഡോക്ടർ KS രാധാകൃഷ്ണൻ ആരുടെ സ്ഥാനാർത്ഥിയായിരുന്നു അജിംസെ? ഒരുപാട് നാളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടല്ലോ, പിന്നെ എൻ്റെ പുറകിൽ എൻ്റെ നിഴൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി, കൂടെ വന്നവരും എന്നെ പ്രോത്സാഹിപ്പിച്ചവരെയും കാണാനില്ല, പണവും കാണാനില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ വേദനയോടുകൂടി അദ്ദേഹം പറഞ്ഞല്ലോ. എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ആക്രമിക്കുന്നത്? കേരളമായി നിലനിൽക്കുന്നതിൽ ഇവർക്ക് രണ്ടുപേർക്കും വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ട് എങ്കിൽ അതവർ പറയട്ടെ അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച്. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി അങ്ങനെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല എന്നേ ഉള്ളൂ, ആർക്കെതിരെ മത്സരിക്കുന്നു എന്നും എന്തിനു വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. നമ്മൾ ഈ ചർച്ച നടത്തുന്ന ദിവസം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ വന്നല്ലോ അജിംസെ. പ്രധാനപ്പെട്ട സഖ്യകക്ഷി ആരാ? എൻ്റെ 2 ചങ്ങാതിമാരും ആ കാര്യത്തിൽ ഒരു നിഷേധവും ഉണ്ടാവില്ലല്ലോ, അല്ലേ? ലീഗാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി. ലീഗിൻ്റെ ശേഷിയും ശേമുഷിയും വെച്ചുകൊണ്ട് മാത്രമാണല്ലോ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക.
കോൺഗ്രസിൻ്റേത് കൊണ്ടല്ലല്ലോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. എവിടെ ലീഗിൻ്റെ കൊടി? എവിടെ ലീഗിൻ്റെ കൊടി? അപ്പോൾ അത്തരത്തിൽ ആ കൊടിയടക്കം അവിടെ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആരുടെ മുന്നിലാണ് മുട്ടുമടക്കുന്നത്? എന്തിനോടാണ് സന്ധി ചെയ്യുന്നത്? ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സഖ്യകക്ഷിയുടെ സ്വത്വമടക്കം ഇവിടെ ചോദ്യം ചെയ്യുകയാണ്, ഇല്ലേ? ഒരു കാലത്ത് ആദരണീയനായ ശ്രീ CH മുഹമ്മദ് കോയയ്ക്ക് തൊപ്പി ഊരി വെച്ചുകൊണ്ട് അത്തരത്തിൽ അതിനുകൂടി ഒരു മറുപടി നിങ്ങളിൽ നിന്നുണ്ടായാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് അതായത് സ്പീക്കർ ആയിരിക്കാൻ CHന്റെ തൊപ്പി ഊരിയ അതേ പാർട്ടിയിൽ നിന്ന് ഒരു കൊടി ഉയർത്താൻ പോലുള്ള സ്വാതന്ത്ര്യം UDFലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിക്ക് നൽകുന്നില്ല? എന്തുകൊണ്ട്? ആരോടാ ചോദിച്ചേ? സജീന്ദ്രനോടാണ്. അജിംസ് എന്നോടാണോ ചോദിച്ചത്? അതെ. ഈ ബഹുമാനപ്പെട്ട സമ്പത്തെ അങ്ങ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരുന്ന ആളാണല്ലോ. ഈ VP സിംഗ് എങ്ങനെയാണ് അധികാരത്തിൽ വന്നതെന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കണോ? VP സിംഗിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി BJP നിങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ കൂട്ടുകെട്ടല്ലേ ഈ രാജ്യത്ത് BJPയെ 2 അക്കങ്ങളിൽ നിന്നും ഇന്നിപ്പോൾ ഈ 303 സീറ്റിലേക്ക് എത്തിച്ചത്? അതിൻ്റെ ചരിത്രം അറിയാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ഈ പറയുന്ന CPMൻ്റെ സംഭാവന ഈ രാജ്യത്ത് BJPയെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത സംഭാവനകളൊന്നും ജനങ്ങൾ മറന്നു പോയിട്ടില്ല. എത്ര നിങ്ങൾ അത് ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അതിങ്ങനെ പുറത്തേക്ക് അതാണ് ക്വസ്റ്റ്യൻ. ലീഗിന്റെ കൊടി ഉയർത്താൻ എന്ന് പറഞ്ഞാൽ അതാത് പാർട്ടിക്കാരാണ് അതാത് കൊടി ഉയർത്തേണ്ടത്. അത് ആരും ആരുടെ കൊടി ഉയർത്തേണ്ടത് പറയാറില്ല. അത് എന്ത് അർത്ഥത്തിലാണ് ഈ പറയുന്നത്? എന്ത് അർത്ഥത്തിലാണ് പറയുന്നത്? രാഹുൽ ഗാന്ധിയുടെ ജാഥ വരുമ്പോൾ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികൾക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പതാക ഉയർത്താം. അതിനൊന്നും ആരും തടസ്സവും വന്നിട്ടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. പിന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും BJP നേരിടാൻ പോകുന്നത്? ഞങ്ങൾക്കൊരു ഭയവും ഇല്ല. ഇവിടെ സമ്പത്ത് പറയുന്നത് കേട്ടിട്ട് അജിംസിനെ പോലുള്ള ആളുകൾ സംസാരിക്കരുത്. ഞങ്ങൾക്കെന്ത് ഭയമാണുള്ളത്? ഈ രാജ്യത്ത് BJPയെ ശക്തമായി എതിർക്കുന്ന വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാ ഉള്ളത്? പിണറായി വിജയൻ എന്ന് പറയുന്ന CPMൻ്റെ നേതാവ് മോദിക്കെതിരായ ഒരു ശബ്ദം ഉയർത്തുവോ? ഒരു വാക്ക് പറയുമോ? ഒരു ജാഥ നടത്താൻ തയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഇതേവരെ നടത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ലാവലിംഗ് കേസ് അപ്പം പൊങ്ങി വരും. ഇപ്പോഴും CPMൻ്റെ ഉന്നതരായ നേതാക്കൾ ഇപ്പോഴും പരസ്പര ബിസിനസ് പാർട്ണർഷിപ്പ് നടത്തുന്നുണ്ടെന്ന് അടുത്ത കാലത്ത് തെളിഞ്ഞില്ല. കോൺഗ്രസ്സുകാർക്കില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് CPMൻ്റെ MLA ആയ രാജേന്ദ്രൻ BJPയുടെ ഓഫീസിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോയി. കേരളത്തിലുള്ള ഏതോ പത്രക്കാരനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുക. എല്ലാവരും CPMൻ്റെ നേതാക്കൾ ഡൽഹി പോകുമ്പോൾ AK സെന്ററിലാണ് പോകുന്നത്. ആരെങ്കിലും സമ്പത്തടക്കമുള്ള ആളുകൾ BJP പോയി അവിടുത്തെ പാകിസ്ഥാൻ കൂടിയാണെന്ന് പറയുമെന്ന് ഭയന്ന് നിങ്ങളുടെ പോലും കൊടി ഉയർത്തുന്നില്ല. എന്തൊരു നാണക്കേടാണിത്? എന്താ ജിംസ, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനത്തിലോ എന്തെങ്കിലും പങ്കെടുത്തിട്ടോ? അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ കൊടികളുമായി വരും. അല്ലാതെ ഇന്നയാൾ കൊണ്ടുവരണമെന്നോ ഇല്ല ഞാൻ ചോദിക്കുന്നത് കൊടി കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ആ പ്രകടനത്തിൽ തീരുമാനിക്കേണ്ടത് അതാത് പാർട്ടികളാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായ നിബന്ധനകളും കാര്യങ്ങളുമുണ്ട്. അതൊക്കെ അറിയാമോ? ഒരു പ്രകടനം നടത്തുമ്പോൾ കൃത്യമായ നിബന്ധനകളും കാര്യങ്ങളുമുണ്ട്. ആ നിബന്ധനയുടെ അടിസ്ഥാനത്തിലല്ലേ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന PWD മന്ത്രി റിയാസിനെ പോലും അവിടെ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ അവിടെ നിന്ന് പിടിച്ചു മാറ്റി വിട്ടത്. അപ്പൊ ഇതൊക്കെ കുറെ നിബന്ധനകളും കാര്യമുണ്ട്. നിങ്ങൾ കൊടിയുടെ ഇതിനെ വെറുതെ കൊടി ഉപയോഗിക്കുന്ന നിബന്ധന ഉണ്ടോ ശ്രീ സജീന്ദ്രൻ? അജിംസെ
അജിംസെ ഒരു പ്രകടനത്തിൽ എത്ര കൊടി കൊണ്ടുവരണം, എത്ര കൊടി ഉയർത്തണം എന്നുള്ളതൊക്കെ ആ പ്രകടനം നടത്തുന്നവരാ സ്വീകരിക്കുന്നത്. നിങ്ങളെ പോലുള്ള ആളുകൾ പറയുന്നത് കേട്ട് ചെയ്യേണ്ടവരല്ല. സ്വന്തം കൊടി ഉയർത്താൻ, അതും രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സ്വന്തം കൊടി ഉയർത്താൻ നിങ്ങൾക്ക് പറ്റില്ല. ഞങ്ങളല്ലേ തീരുമാനിക്കുന്ന കൊടി വേണോ ഇല്ലയോ എന്നുള്ളത്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൊടി വേണോ, ബലൂൺ വേണോ, അല്ലെങ്കിൽ തോരണം വേണോ എന്ന് തീരുമാനം ഞങ്ങളല്ലേ. ഇവിടെ ഇരിക്കുന്ന സമ്പത്ത് പറഞ്ഞു കേട്ടിട്ടാണോ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? അല്ലല്ലോ. ശരി, ഇതാദ്യമായിട്ടല്ലല്ലോ റോഡ് ഷോ നടത്തുന്നത്. പാകിസ്ഥാൻ കൊടിയാണ് BJP ഉത്തരത്തിൽ പ്രചരിപ്പിച്ചത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ CPM പോലുള്ള പാർട്ടികൾ ഇപ്പോഴും കോൺഗ്രസിനെതിരായി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ശരി, വളരെ നന്ദി ശ്രീ VP സജീന്ദ്രൻ, ശ്രീ A സമ്പത്ത്, ശ്രീ കൃഷ്ണദാസ് ഇത്രയും സംസാരിച്ചതിന്.